400 രൂപ. ജി വാഗനി വരാനടുത്ത് വല്ലതും ബാസ്കിൻ റോബിൻസിന്റെ ഐസ്ക്രീം മേടിക്കും. ഇപ്പൊ വാഗ്നറിന്റെ ബഡ്ജറ്റുള്ള ഞാൻ അത് മേടിക്കാൻ എനിക്ക് പറ്റത്തില്ല. വാട്സ്ആപ്പ് ബോയ്സ് ആൻഡ് ഗേൾസ്, സുഖമാണ്? ഇതെന്തുവാടെ വെയിൽ വന്നെന്നും പറഞ്ഞത് ഇവിടെ ഫുള്ളും തുണിയിട്ട് വെച്ചിരിക്കുവാണല്ലോ. കണ്ടനി ഓടി ഓടി മുള്ളും. ആരാണ്? അവനാണ്. ഓ കൊച്ചു കള്ളൻ വരുന്ന കണ്ടോ? ഓ ചെറിയ സ്റ്റെപ്സ് പൊക്കോ അങ്ങോട്ട് പൊക്കോ. വേണ്ടേ? ഞാൻ രാവിലെ നേരത്തെ കഴിഞ്ഞിട്ട് 2 വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് പിന്നെ ഈ 2 ബ്ലോഗും കൂടി എഡിറ്റ് ചെയ്യാനുണ്ട്. എനിക്കറിയാം ഞാൻ എല്ലാ ദിവസവും എഡിറ്റും കാര്യം പറയുന്നുണ്ടെന്ന്. എന്ത് ചെയ്യാൻ? ഇപ്പൊ എൻ്റെ പൈസ കുറച്ച് എത്തട്ടെ. അപ്പോൾ ഞാൻ വേറെ ആരെങ്കിലും എഡിറ്റ് ചെയ്യാൻ വെപ്പിക്കുക. ഇപ്പോൾ തൽക്കാലം എനിക്ക് എഡിറ്റ് ചെയ്യേണ്ടി വരും. എൻ്റെ ലൈഫിൽ ഇപ്പോൾ എഡിറ്റാണ് നടക്കുന്നത്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അമ്മയ്ക്ക് മറ്റേ ഇതില്ലേ, മറ്റേ എല്ലാ ആൻറ്റിമാരും ഞായറാഴ്ച പോകുന്ന സംഭവം. അതിൻ്റെ പേരെന്ത് വേണം? എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ, കമ്മിറ്റി മീറ്റിംഗ്, എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ ഞായറാഴ്ച. എനിക്ക് തോന്നുന്നു ആലപ്പുഴ മാത്രമല്ല, എല്ലാ സ്റ്റേറ്റിലും ഉണ്ട്. അല്ല, ആലപ്പുഴ മാത്രം എല്ലാ ഡിസ്ട്രിക്റ്റിലും ഉണ്ടല്ലോ അത്. എനിക്ക് വലുതായിട്ട് അതിനെക്കുറിച്ച് ഡെപ്ത് അറിയാത്തതുകൊണ്ട് ഞാൻ പേര് അറിയാറുണ്ട്, ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നില്ല. എന്തായാലും അമ്മ എൻ്റെ ഗോൾഡൻ പ്ലേ ബട്ടൺ കിട്ടിയ ഒരു ഫോട്ടോ ഇട്ടായിരുന്നു സ്റ്റാറ്റസിൽ, വാട്സപ്പിൽ. അപ്പോൾ അത് ഈ ആൻറ്റിമാരൊക്കെ കണ്ട്, അപ്പോൾ ആൻറ്റിമാർക്ക് ട്രീറ്റ് കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഐസ്ക്രീം മേടിക്കാൻ പോവുകയാണ്. ഐസ്ക്രീം അമ്മ പറഞ്ഞ 30 രൂപ മേടിച്ച് 600 രൂപയ്ക്ക് 20 പേർക്ക് ഓക്കെ. ഉദ്ദേശിക്കുന്ന കുറച്ച് കട്ടിയുള്ള ബോക്സൊക്കെ മേടിക്കാമെന്ന്. അപ്പോൾ അതിനുവേണ്ടി ഒരു ഹോൾസെയിൽ ഐസ്ക്രീം ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അവിടെയായിട്ട് കുറച്ച് പോകണം. അവിടെ പോയിട്ട് നമുക്ക് നോക്കിയിട്ട് കുറച്ച് നല്ല ഒരെണ്ണം മേടിച്ചുകൊണ്ട് വരാം. അമ്മേ പെട്ടെന്ന് ഇറങ്ങമ്മേ. അമ്മേനെ കൊണ്ടായി കഴിഞ്ഞിട്ട് അമ്മയുടെ വണ്ടി എനിക്ക് വേണം, എന്നാലേ ഐസ്ക്രീം മേടിക്കാൻ പറ്റത്തുള്ളൂ. എന്റെ വണ്ടിയാണ് പഞ്ചറല്ലേ. തുണി അമ്മ കടയിൽ നിന്ന് സ്വന്തമായിട്ട് വരുമല്ലോ ബസ്സിൽ. മറ്റേ ഹോൾസെയിൽ കട അടച്ചിടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഒരു സൂപ്പർ മാർക്കറ്റിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ചിലപ്പോൾ 1-2 രൂപ കുറവായിരിക്കും. ഇവിടെ വരെ ഓടിച്ചു വരാനുള്ള പെട്രോളിന് കൊണ്ട് വലിയ വ്യത്യാസം കാണത്തില്ല. എന്തായാലും പോവാം. ലണ്ടൻ ഡയറി കുറച്ച് വില കൂടിയ ഐസ്ക്രീം അല്ലേ ആണെന്ന് തോന്നുന്നു. നോക്കട്ടെ പൈസ എത്രയാണ്. 150. ഇവിടെ എല്ലാം വലിയ ബോക്സാണ്. ബാസ്കിൻ എന്നെക്കാട്ടിയും കൂടുതൽ വിലയായിരിക്കുമല്ലോ. എത്ര ആയിരുന്നു? 400 രൂപ. ആർക്കെങ്കിലും ചോദിക്കാൻ ഒരാളെ കാണുന്നില്ല ഇവിടെ. ജി വാഗനി വരാനടുത്ത് വല്ലതും ബാസ്കിൻ റോബിൻസിന്റെ ഐസ്ക്രീം മേടിക്കും. ഇപ്പോൾ വാഗ്നറിന്റെ ബഡ്ജറ്റുള്ള ഞാൻ അത് മേടിക്കാൻ എനിക്ക് പറ്റത്തില്ല. ഇനി എന്തായാലും വീട്ടിനടുത്തുള്ള കടയിൽ തന്നെ മേടിക്കുക. അപ്പോൾ കഴിച്ച് ഞാൻ ഐസ്ക്രീം മേടിച്ച് ഏകദേശം 20 മതിയായിരുന്നു. 23 മേടിച്ചിട്ടുണ്ട്. ഇനി വല്ല 3 എക്സ്ട്രാ വേണമെങ്കിൽ. അപ്പോൾ ഇതാണ് മേടിച്ചിരിക്കുന്നത്. എല്ലാം 50 ആണ്. അപ്പോൾ 1750 ആണെന്ന്. അമ്മ വന്നാ ഐസ്ക്രീം മേടിച്ചത് കണ്ടാ? വാങ്ങിച്ച് ഈ കണ്ടനോട് ഇരിപ്പുണ്ടല്ലോ പുട്ടിന്റെ പൊക്കത്ത്. ഇല്ല കഴിക്കത്തില്ല. അതിനു മുമ്പ് എത്ര രൂപയ്ക്ക് ഐസ്ക്രീം മേടിക്കാൻ പറഞ്ഞ? 600. എത്രയാണത്? അതിന്റെ പൈസ ആര് തരുന്നു? വെരി ഗുഡ്. കൊണ്ടുപോയി കൊടുത്തു. നമ്മൾ ഇന്ന് പരീക്ഷിക്കാൻ പോവുകയാണ് കണ്ടന്റെ പൊക്കത്ത് ക്യാമറ വെക്കുന്നതിന്റെ പരീക്ഷണം. ടെസ്റ്റിംഗ് ഫേസ് ആണ് കണ്ടന്റെ പൊക്കത്ത് ക്യാമറ വെക്കുന്നതിന്റെ. അവന്റെ പൊക്കത്ത് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ചാൽ എൻ്റെ പ്രോപ്പർ ഗിയർ ഇല്ല. ക്യാമറ ഉണ്ട്, ഈ സ്ട്രാപ്പ് ഇല്ല അവന്റെ പൊക്കത്ത് വെക്കാൻ വേണ്ടി. അവന്റെ ഇവിടെ കിടക്കുന്നുണ്ട, അവന്റെ വയറ്റത്തോട്ട് തലയിൽ വെക്കുന്നതാണ്. അവന്റെ തലയിൽ വെക്കാൻ പറ്റത്തില്ല. അവന്റെ വയറ്റത്തോട്ട് വെക്കാൻ നോക്കുക. അവൻ സമ്മതിക്കില്ല സത്യം പറഞ്ഞ. അവന്റെ പൊക്കത്ത് വെച്ച്, പക്ഷെ ഇനി ടൈറ്റ് അല്ലാത്തോണ്ടില്ലേ അവനിങ്ങനെ ഊരി കളയുന്നു കാല് വെച്ചുകൊണ്ട്. ഇത്ര മടിയനായതുകൊണ്ട് അവൻ എനിക്കൊന്ന് എഴുന്നേറ്റ് പോലും തരുന്നില്ല. ഒന്ന് എഴുന്നേറ്റിടാ. കൊള്ളാം. ഇവന്റെ പൊക്കത്തോട്ട് ഈ ഗോപ്രോ എങ്ങനെ വെക്കുമെന്ന് അറിയത്തില്ല. വലിയ ടൈറ്റ് അല്ല. ഗോപ്രോയ്ക്ക് കൊടുക്കുന്ന വെയിറ്റ് ആയിരിക്കും. ഞാൻ ക്യാമറ അവന്റെ മേത്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ അവൻ വെക്കാൻ സമ്മതിക്കുന്നില്ല തീരെ. അവൻ എന്ത് ചെയ്യുമെന്ന് നോക്കട്ടെ. എടാ ഇങ്ങോട്ട് വാടാ. എന്നാ മരന്നടിച്ച് കിടക്കുന്ന ഒരു ക്യാമറ വെക്കാനുള്ള കഴിവില്ല നിനക്ക്. അച്ഛൻ ആഹാരം കൊടുക്കുമ്പോഴേ വരത്തുള്ള. കൊള്ളാം. ഇവിടുന്ന് ഞാൻ മാറി കഴിഞ്ഞാൽ ചിലപ്പോ അവൻ പോയിട്ട് എവിടെയെങ്കിലും പോവായിരിക്കും. മാറി നോക്കാൻ. ഞാൻ കുറച്ച് കേട്ട് വരാൻ കേട്ടാ. നീ എന്താ എവിടെയെങ്കിലും പോയിട്ട് വാ. അവൻ പോകുന്ന എനിക്ക് തോന്നുന്നില്ല, പക്ഷെ എന്തായാലും എന്തെങ്കിലും ക്യാമറ ഒന്ന് കിട്ടുമോ നോക്കട്ടെ. ആ ഗോപ്രോ വർക്ക് ചെയ്യുന്നില്ല. കൊള്ളാം. അതിന്റെ ബാറ്ററി വർക്ക് ചെയ്യുന്നില്ല. എക്സ്റ്റേണൽ ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ വർക്ക് ആവുന്നുള്ളത്. ഞാൻ പറഞ്ഞു ചിലപ്പോൾ വർക്ക് ചെയ്തില്ലെന്ന് പറഞ്ഞാൽ മേത്തിട്ടതാ. വന്ന് നോക്കിയപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. ഇപ്പൊ ഒന്നും എൻ്റെ ദിവസം ഒറ്റയടിക്ക് തീരുവാട്ടോ. ഒറ്റയടിക്ക് രാത്രി ആവുക. ഒരു കാർ ഉണ്ടായിരുന്നു, നമുക്ക് എവിടെയെങ്കിലും ഡ്രൈവിന് പോകായിരുന്നു. സ്കൂട്ടിയിലും ബൈക്കിലൊന്നും എനിക്ക് പോകാൻ വയ്യ. അതൊക്കെ കുറേയൊക്കെ പോയി. ഞാൻ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഞാൻ ബാംഗ്ലൂരിലോട്ടൊക്കെ കുറേ ഇട്ട് വലിപ്പിച്ചിട്ടുള്ള ബൈക്കിലൊക്കെ. അതൊക്കെ ഓർപ്പിക്കരുത്. മടുത്തു പോയി ആ ഒരു ഓട്ടം കഴിഞ്ഞിട്ടൊക്കെ. ഇന്ന് മേടിച്ച ഐസ്ക്രീമിന് വലിയ ടേസ്റ്റ് ഇല്ലായിരുന്നു. എൻ്റെ കഴിച്ചു നോക്കി. കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലേവറിങ് ആണ്. വെറുതെ ഫ്ലേവർ ഒഴിച്ചു വെച്ചിരിക്കുന്നതാണ് അതിനൊരു ടേസ്റ്റ്. എനിക്ക് പിടിച്ചില്ല വെറുതായിട്ട്. അതിന് വേറെ വല്ലതും മേടിച്ചാൽ മതിയായിരുന്നു. എനിക്ക് ശുദ്ധമായ പാലുള്ളത് വേണം. വെജിറ്റബിൾ പോലൊന്നും പറ്റത്തില്ല. ഞാൻ കണ്ണിക്കണ്ട ചപ്പും ചോറും കഴിക്കത്തില്ല. ഇപ്പം ചപ്പും ചോറെന്ന് എനിക്ക് തോന്നുന്നത് നാരങ്ങ ഉള്ളതാണ്. ഡെയിലി കുടിക്കുന്നുണ്ട്. അല്ലെ വല്ലപ്പോഴൊക്കെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇവനാണെങ്കിൽ എപ്പോഴും കൂടുതൽ മധുരം ഇടും. ഞാൻ കുറവ് ഇടാൻ പറഞ്ഞാൽ ഇപ്രാവശ്യം പയ്യൻ മധുരം പോലും ഇട്ടില്ല. വീട് കാണാറുണ്ട് എന്നെ? എവിടെ വീട്? എനിക്ക് വെളിച്ചടിക്കുന്നില്ലല്ലോ. മോന്തയ്ക്ക്
അല്ലെങ്കിൽ ഇതിനെ കാണാൻ പറ്റത്തില്ല. എങ്ങനെ നോക്കാം ഞാൻ പറയുന്ന എവിടെ പഠിക്കുന്നു? ആര്യക്കരയോ? ഇപ്പൊ എന്ത് ചെയ്യുമായിരുന്നു ഇവിടെ? ഞാൻ പ്രോഗ്രാമിന് പോയത്. അവന്റെ കൂട്ടുകാരന്റെ സൈക്കിളാണ്. ഇവർ എങ്ങനെ ഇതിന്റെ പൊക്കത്ത് ഇരുന്ന് പോകുന്ന മനസ്സിലാവുന്നില്ല. കൂർത്തൊക്കെ ഇരിപ്പുണ്ട്. അവന്റെ കൂട്ടുകാരന്റെ വീട് വരെ ലിഫ്റ്റ് അടിച്ച് വന്നതാ. ലിഫ്റ്റ് അടിച്ച് വല്ല ഇനി അവന്റെ കൂട്ടുകാരൻ അവന്റെ സൈക്കിൾ കൊടുത്തു. ഇനി അവൻ ഈ മുള്ള ഇരുന്നോണ്ട് പോകും വീട്ടിലോട്ട്. ഇന്ന് മാതാശ്രീ വീടിന്റെ ഉമ്മറത്തിരിക്കുന്നത് എന്റെ വീഡിയോ. ഏത് വീഡിയോ? അയ്യോ, ഇങ്ങനെ ഉമ്മറത്തിന് സ്വന്തം വീഡിയോ കണ്ടോണ്ടിരുന്നാ മതി. ഈ ഇന്ന് കൊടുത്ത ഐസ്ക്രീം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നത്? കോളാണ് ഫുൾ ബിസി. എന്ത് ചെയ്യാനാ, ബിസിയാ. കസ്റ്റമർ ഡീൽ, എംപ്ലോയി ഡീൽ, എല്ലാം ഡീലിംഗ് കൊടുക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കൂതർ ഐസ്ക്രീമാണ് എന്റെ അഭിപ്രായത്തിൽ. അതെല്ലാം പ്രായമായതുകൊണ്ട് ടേസ്റ്റ് ബഡ്സ് ഒക്കെ പോയി കിടക്കുന്നുണ്ട്. മഴ കൂടിയോണ്ട് കൊതുകും കൂടി കേട്ടാ. എന്ന് വെച്ചാൽ രാത്രി ഒന്നും കിടക്കാൻ പോലും പറ്റുന്നില്ല. ആ മഷീനൊന്നും മേടിച്ചിട്ട് വരട്ടെ ആ കൊതുകിന്റെ. എന്താണ് പറയുന്നത്? ഗുഡ് നൈറ്റ്. ഇനി ഒരു തലവേദനയും കാണത്തില്ല. അപ്പൊ കഴിഞ്ഞാൽ കുളിച്ചൊക്കെ അവസാനം ഞാൻ ചേറി വന്നിരുന്ന്. ഈ ചെയറിനാണ് ഞാൻ മിക്കവാറും ഇരിക്കാറുള്ളത്. വേറെ പണിയൊന്നും ഇല്ല. അല്ല, പണി ഫുള്ള് ഈ ചെയറിലുള്ള. അതാ ഉദ്ദേശിച്ചത്. എൻ്റെ മുടി എന്താ എങ്ങനെ ഇരിക്കുന്നു? ഈ മോട്ടറിലെ വെള്ളം വെച്ച് കുളിച്ച് എൻ്റെ മുടി കട്ടി ആയിക്കൊണ്ടിരിക്കുക. മറ്റേ ആ ഡോക്ടർ പറഞ്ഞ ക്രീം ഞാൻ തേക്കുന്നുണ്ട്. അത് വെച്ച് സോഫ്റ്റ് ആകും. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ വെള്ളം ഒടുക്കത്തെ കട്ടിയാണ്. ഞാൻ ആ പൈപ്പ് വെള്ളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ചുകൂടി നല്ലതായിട്ട് സ്മൂത്താവും. ഇത്രയും വാരി തേക്കേണ്ട ആവശ്യം വരത്തില്ല. പിന്നെ അവിടെ നിന്ന് ചുമന്നുകൊണ്ട് വരണമെന്നുള്ള തലവേദന. ഇനി എന്തായാലും ഞാൻ ഒരു ഗെയിം കളിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഗെയിം എൻ്റെ കൂട്ടുകാരനാണെന്ന് അറിയത്തില്ല. അപ്പോൾ കളിക്കുക. അല്ലെങ്കിൽ ഒരു ആനിമ കാണാൻ ഉദ്ദേശിക്കുകയാണ്. ഇല്ലെന്ന് പറഞ്ഞാൽ ചീട്ടി കിടന്നിറങ്ങും. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. പീസ്.